പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ വചന ചിന്തയ്ക്കായി ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ ക്രിസ്തുയേശുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. ഇന്ന് നാം ജീവിക്കുന്ന ഓരോ ദിവസങ്ങളും അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞതാണ്. നാം നമ്മുടെ ജീവിതത്തിൽ തുടങ്ങിയ കാര്യങ്ങൾ പൂർത്തിയാകുമോ എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിലുണ്ട്. ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുമോ? ഈ പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ടാകുമോ? ദൈവം നമ്മിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടോ? ഇങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ ഉയരുന്ന അനേകായിരം ചോദ്യങ്ങളുണ്ട്. എന്നാൽ ഇന്നത്തെ വചനം നമ്മോട് വ്യക്തമായി പറയുന്നു, ആരംഭിച്ചത് ദൈവമാണ്. അതായത് നമ്മുടെ ജീവിതത്തിലെ നല്ല പ്രവൃത്തിയുടെ തുടക്കം അത് മനുഷ്യനല്ല, സാഹചര്യമല്ല, നമ്മുടെ കഴിവുമല്ല, ദൈവം തന്നെയാണ്. ദൈവമാണ് ആരംഭിച്ചതെങ്കിൽ അത് അർദ്ധവഴിയിൽ ഉപേക്ഷിക്കപ്പെടുകയില്ല. ദൈവം കൈവച്ചതൊന്നും പരാജയത്തിൽ ചെന്നു ചേരുകയില്ല. ഇന്ന് നമുക്ക് തോന്നിയേക്കാം നാം ശക്തിയില്ലാത്തവരാണെന്ന്, വിശ്വാസം ക്ഷീണിച്ചു പോകുന്നുവെന്ന്, പ്രത്യാശ മങ്ങിപ്പോകുന്നുവെന്ന്. എന്നാൽ നാം അറിയണം, നാം ക്ഷീണിച്ചാലും ദൈവം ക്ഷീണിക്കുന്നില്ല. നമ്മുടെ വിശ്വാസം മാറിയാലും ദൈവത്തിന്റെ വിശ്വസ്തത മാറുന്നില്ല. നമ്മുടെ ദൗർബല്യങ്ങൾ ദൈവത്തിന്റെ പദ്ധതിയെ തടയുന്നതുമില്ല. ആരംഭിച്ചവൻ ദൈവം തന്നെയാകയാൽ തികയ്ക്കുന്നതും ദൈവം തന്നെയായിരിക്കും. അതുകൊണ്ട് ഇന്ന് നാം പ്രത്യാശ കൈവിടരുത്. നമ്മുടെ ഉള്ളിൽ വിശ്വാസം വീണ്ടും ഉയരട്ടെ. ദൈവത്തിന്റെ കൈകളിൽ നമ്മുടെ ജീവിതം സുരക്ഷിതമാണ്. ക്രിസ്തുയേശുവിന്റെ നാളോളം ദൈവം നമ്മളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഈ വലിയ വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് നൽകി തന്ന ഈ നല്ല വചനങ്ങൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ നല്ല പ്രവൃത്തി ആരംഭിച്ച ദൈവമേ, അവിടുന്ന് ആരംഭിച്ചതെല്ലാം അവിടുന്ന് തന്നെ പൂർത്തിയാക്കുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഇന്ന് ബലഹീനരായിരിക്കുന്ന ഞങ്ങളെ അധികമായി ശക്തീകരിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദൈവശബ്ദം ഞങ്ങളുടെ ജീവിതത്തിൽ അതുപോലെ വെളിപ്പെടുവാൻ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. മുഴുവൻ മഹത്വവും പിതാവേ അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.